നമ്മെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന, നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഈ പറയുന്ന എൻ്റേതാകട്ടെ, കേൾക്കുന്ന നിങ്ങളുടേതാകട്ടെ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് നോക്കിയിട്ട് ഈ വാക്യം നമുക്ക് പറയാൻ നോക്കൂ. എല്ലാ മേഖലകളിലും ഉത്സവമാ, തോൽവിയുടെ അന്നേ ഉള്ളൂ. ഞാൻ പിശാചിനെ ഓടിച്ചു, പ്രത്യേകത അവൻ എൻ്റെ പുറകെയാ ഓടുന്നേ ഉള്ളൂ. പിശാചിനെ ഓടിച്ചു ശരിയാ, പക്ഷെ ഞാൻ മുമ്പിൽ സാത്താൻ പുറകിലോട്ടാ ഓടുന്നത്. നമ്മുടെയൊക്കെ ജീവിതം നോക്കിയാൽ ഒരു പ്രതീക്ഷയുമില്ല. പ്രശ്നത്തിന്റെ മേൽ പ്രശ്നമാണ്, പ്രതികൂലത്തിന്റെ മേൽ പ്രതികൂലമാണ്, ഒന്ന് കഴിയുമ്പം മറ്റൊന്നാണ്. ചിലരൊക്കെ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ ഇന്നത്തേത് എന്തുവല്ല ഞാൻ മേടിച്ചോണ്ട് വരാമെന്നുള്ള രീതിയിൽ. ഇന്നിനി എന്ത് പുലിവാല് വരും ദൈവമേ നോർത്തല്ലേ പലരും എഴുന്നേക്കുന്നത്. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് വിഗിൾസ്വർത്തിന്റെ കൂട്ട് നൃത്തം ചെയ്ത് അന്യഭാഷ പറയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്. പല വിധങ്ങളിലെ ചിന്തകൾ കൊണ്ട്, വിചാരങ്ങൾ കൊണ്ട് ഇങ്ങനെ അലട്ടി ഭാരപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മളെ നോക്കി പറയുന്നു, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. എന്താ അത്? നീ എപ്പോഴും എല്ലായിടത്തും ജയോത്സവമായി നടക്കണമെന്നുള്ളതാണ്.